പാലക്കാട് എടത്തനാട്ടുകരയിൽ ടാപ്പിംഗ് തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉപ്പുകുളം ചോലമണ്ണ് സ്വദേശി ഉമ്മർ വാരിപ്പറമ്പനാണ് മരിച്ചത്. കാട്ടാന ആക്രമണമാണെന്നാണ് സംശയം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. വിവരങ്ങളുമായി സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അക്ഷയ, എടത്തനാട്ടുകര ഉപ്പുകുളം ചോലമണ്ണിലാണ് 65 വയസ്സുള്ള ഉമർ എന്ന മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹം ടാപ്പിംഗ് തൊഴിലാളിയാണ്. എല്ലാ ദിവസത്തേതുപോലെ ഇന്നും ടാപ്പിങ്ങിനായി പോയി തിരിച്ചു വരാതായതോടുകൂടി വൈകുന്നേരത്തോടുകൂടി ആളുകൾ തിരച്ചിലിനിടയിലാണ് ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സ്ഥിരമായി ആന ഇറങ്ങുന്ന മേഖല കൂടിയാണ്. ആനയുടെ ചവിട്ടേറ്റ് മരിച്ചതാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇത് വനംവകുപ്പ് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ, മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ അങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. പക്ഷേ ഈ പഞ്ചായത്ത് പ്രതിനിധികൾ അടക്കമുള്ളവർ ചവിട്ടിക്കൊന്നതാണ് എന്നുള്ളൊരു സംശയമാണ് പറയുന്നത്. 65 വയസ്സുള്ള ഉമർ എന്ന വ്യക്തിയാണ് മരിച്ചത്. ഈ ചോലമണ്ണ് എന്ന പ്രദേശം നേരത്തെ ഈ വന്യജീവി ശല്യം മൂലം ആളുകൾ കുടിയൊഴിഞ്ഞ് പോയ ഒരു ഗ്രാമം കൂടിയാണ്. നിരവധി വീടുകളും മറ്റും ഉണ്ടായിരുന്നു. പക്ഷെ വന്യജീവി ശല്യം അതിരൂക്ഷമായതോടുകൂടി ആളുകൾ കുടിയൊഴിഞ്ഞു പോയതാണ്. പക്ഷെ ആളുകളുടെ ഈ തോട്ടങ്ങളും മറ്റും ഉള്ളത് ഇവിടെയാണ്. അതുകൊണ്ട് പകൽ സമയത്ത് അവിടെ പോയി ജോലി ചെയ്യുക എന്നുള്ളത് പതിവാണ്. പക്ഷെ ഇപ്പോഴും വന്യജീവി ശല്യം അതിരൂക്ഷമായ പ്രദേശമാണ്. ഈ ആന ചവിട്ടി തന്നെയാണോ മരണം എന്നുള്ള കാര്യത്തിൽ വനംവകുപ്പ് അല്പസമയത്തിനുള്ള ഒരു സ്ഥിരീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാജിദ്, എപ്പോഴാണ് തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? ഇന്ന് രാവിലെയാണ് ഇദ്ദേഹം സാധാരണ ദിവസം പോലെ തന്നെ ഈ ടാപ്പിങ്ങിനായി പോയത്. തുടർന്ന് കാണാതായതോടുകൂടി ഇന്ന് വൈകുന്നേരത്തോടുകൂടി 4 മണിക്ക് ശേഷമാണ് ഒരു സംഘം ഈ തെരച്ചിലിനായി പോയത്. അപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ അവർ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. ഇത് മണ്ണാർക്കാട് പട്ടണത്തിൽ നിന്ന് 27 കിലോമീറ്റർ അകലെയാണ് ഈ ചോലമണ്ണ് എന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെല്ലാം അങ്ങോട്ട് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിരന്തരമായി കാട്ടാന ഇറങ്ങുന്ന പ്രദേശമാണോ ഇത്? വന്യജീവി ശല്യം അതിരൂക്ഷമായ ഒരു പ്രദേശമാണ്. നേരത്തെ തന്നെ, അതായത് ഏതാണ്ട് 10 വർഷം മുൻപ് തന്നെ ഈ വലിയ തോതിൽ വന്യജീവി ശല്യം ഉണ്ടായതുകൊണ്ട് ആളുകൾ കുടിയെ ഒഴിഞ്ഞ് പോയ ഒരു പ്രദേശമാണ്. ഇപ്പോൾ അവിടെ ഈ താഴ്ഭാഗത്ത് മാത്രമാണ് ജനങ്ങൾ താമസിക്കുന്നത്. മുകൾ ഭാഗത്ത് റബ്ബറും മറ്റ് കൃഷിയുമാണ്. അങ്ങോട്ട് ആളുകൾ വളരെ സാഹസികമായി വേണം അങ്ങോട്ട് എത്തിപ്പെടാൻ. എന്നതിന് ശേഷം ടാപ്പിംഗ് തൊഴിലും മറ്റും ചെയ്യുന്ന നിരവധി ആളുകൾ ഉണ്ട്. അതുകൊണ്ട് വന്യജീവി ശല്യം അതിരൂക്ഷമായ ഒരു പ്രദേശമാണ്. ഈ ആനയെ കൂടാതെ പുലിയും പന്നികളും അടക്കമുള്ള വന്യജീവികൾ ഉള്ള ഒരു പ്രദേശമാണ്. ഇത് സൈലന്റ് വാലി ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഈ മലയ്ക്കപ്പുറം മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് പ്രദേശം ആണ്. സാജിദ്, ഈ പ്രദേശത്ത് വനം വകുപ്പ് നിരന്തരമായിട്ട് വന്യജീവി ശല്യമുള്ള ഒരു പ്രദേശമാണെന്ന് സാജിദ് സൂചിപ്പിക്കുകയുണ്ടായി. വനംവകുപ്പിന്റെ മുൻകരുതൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? വനം വകുപ്പിന്റെ ഉപ്പുകുളത്ത് വനം വകുപ്പിന്റെ ഒരു സ്റ്റേഷൻ ഉണ്ട്. അത് വിശാലമായ ഒരു പ്രദേശമാണ്. നേരത്തെയും ഈ വന്യജീവി ശല്യം ഉള്ള പ്രദേശമാണ്. വനം വകുപ്പിന്റെ ഫെൻസിങ് ചില ഭാഗത്ത് മാത്രമാണ് ഉള്ളത്. വനത്തോട് ചേർന്ന് മുഴുവൻ ഭാഗത്തും ഫെൻസിങ് ഇല്ല. അത്തരം വനം വകുപ്പിന്റെ നിരീക്ഷണം എല്ലാ ഭാഗത്തും സ്വാഭാവികമായും എത്താത്ത ഒരു പ്രതിസന്ധി കൂടി ഉണ്ട്. ശരി. പാലക്കാട് എടത്തനാട്ടുകരയിൽ ടാപ്പിംഗ് തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഉപ്പുകുളം ചോലമണ്ണ് സ്വദേശി ഉമ്മർ വാരിപ്പറമ്പനാണ് മരിച്ചത്.